ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ഇന്ന് ഷോപ്പുകളെ കുറിച്ചാണ്, റീറ്റെയിൽ ഷോപ്പുകളെ കുറിച്ച്. നമ്മൾ പെട്ടെന്നൊരു ബിസിനസ്സിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഏറ്റവും ആദ്യം ആലോചിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് ഒരു ഷോപ്പ് തുടങ്ങുക എന്നുള്ളത്. വളരെ ഈസി ആയിട്ട് എല്ലാ ആളുകൾക്കും തുടങ്ങാൻ സാധിക്കും. ഇന്ന് നമ്മൾ കേരളത്തിലൂടെ സഞ്ചരിച്ചാൽ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി ഇഷ്ടം പോലെ ഷോപ്പുകൾ കാണാനും സാധിക്കും. രസകരമായ ഒരു കാര്യം, അത്ര രസകരമല്ല എങ്കിൽ പോലും, ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്, ഞങ്ങളുടെ തന്നെ മാർക്കറ്റ് റിസർച്ചിലുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കുന്നത് 70% ഷോപ്പുകൾ പ്രോഫിറ്റബിൾ അല്ല എന്നുള്ളതാണ്. പ്രോഫിറ്റബിൾ അല്ല എന്നുള്ളതും ഒന്നുകിൽ ആവശ്യമുള്ള പ്രോഫിറ്റ് അവർക്ക് എടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതുമാണ്. വെറും 30% താഴെ ഷോപ്പുകൾ മാത്രമാണ് അത്യാവശ്യം പ്രോഫിറ്റബിളായി പോകുന്നത്. എവിടെയാണ് ഷോപ്പുകൾക്ക് തിരിച്ചടി സംഭവിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ഷോപ്പുകൾക്ക് നഷ്ടം നേരിടുന്നത്? 5 പ്രധാനപ്പെട്ട കാരണങ്ങൾ നോക്കാം. ഏറ്റവും ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കാരണം ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇൻവെൻട്രി മാനേജ്മെൻ്റ് ആണ്. ഇൻവെൻട്രി മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ, സിമ്പിളായി പറഞ്ഞാൽ, സ്റ്റോക്ക് മാനേജ് ചെയ്യുന്നതിലെ അപാകതയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. പലപ്പോഴും ആവശ്യമുള്ളതിനേക്കാൾ ഒരുപാട് കൂടുതൽ സ്റ്റോക്ക് ആളുകൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് കാണാം. പല ആളുകൾക്കും തോന്നാം അതുകൊണ്ട് എന്താണ് പ്രശ്നം എന്നുള്ളത്. എപ്പോഴാണോ നിങ്ങളുടെ ഇൻവെൻട്രി റൊട്ടേഷൻ കൂടുതലാകുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് ആക്ച്വലി കൂടുതൽ പ്രോഫിറ്റബിലിറ്റി ലഭിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു സാധനം ഇന്ന് നമ്മൾ കടയിൽ മേടിച്ചു വെച്ച് നമുക്ക് ഇന്ന് തന്നെ അത് വിൽക്കാൻ സാധിക്കുകയാണെങ്കിൽ നാളെ അടുത്തത് മേടിക്കാം, നാളെ വീണ്ടും വിൽക്കാം. ചുരുക്കി പറഞ്ഞാൽ അതിന് 10% പ്രോഫിറ്റാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ എല്ലാ ദിവസവും മേടിച്ച് വിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും 10% പ്രോഫിറ്റ് ലഭിച്ചുകൊണ്ടേയിരിക്കും. അതേസമയം ഇന്ന് മേടിച്ച് 30 ദിവസത്തിന് ശേഷം മാത്രമാണ് അത് നിങ്ങളുടെ കടയിൽ നിന്ന് മൂവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസത്തിലാണ് 10% ലഭിക്കുക. ചുരുക്കി പറഞ്ഞാൽ, ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട KPI നമ്മൾ അളക്കേണ്ടതുണ്ട്. എത്രമാത്രം നിങ്ങൾക്ക് ഇൻവെൻട്രി റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുന്നുവോ അത്രമാത്രം ലാഭകരമായിരിക്കും ബിസിനസ് എന്നുള്ളതാണ്. പലപ്പോഴും ഇൻവെൻട്രി മേടിച്ചു വെക്കുന്നു എന്നുള്ളതല്ലാതെ ഈ ഇൻവെൻട്രിയുടെ ഏജ് അനാലിസിസ് നോക്കാനോ, കൃത്യമായി ട്രാക്ക് ചെയ്യാനോ, കൃത്യമായിട്ട് ഇത് റാക്ക് ചെയ്യാനോ, ലേബൽ ചെയ്യാനോ, ഇൻവെൻട്രിയുടെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് നോക്കാനോ, ഇൻവെൻട്രിക്ക് വേണ്ടി കൃത്യമായ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാനോ ആരും മെനക്കെടാറില്ല. ഇവിടെയാണ് പലപ്പോഴും ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ഒരു വില്ലനായി മാറുന്നത്. അടുത്തത് ഹൈ ഓപ്പറേഷണൽ കോസ്റ്റുകളാണ്. പലപ്പോഴും നമ്മളുടെ കച്ചവടത്തിനേക്കാൾ കൂടുതൽ ഓപ്പറേഷണൽ കോസ്റ്റ് പല സ്ഥലങ്ങളിലും ഉണ്ടാവാറുണ്ട്. കൃത്യമായിട്ടുള്ള സ്ഥലം തിരഞ്ഞെടുക്കാത്തത് കൊണ്ട് വലിയ റെൻറ്റ് ചിലപ്പോൾ കൊടുക്കേണ്ടി വരുന്നു. കൃത്യമായിട്ടുള്ള രീതിയിൽ ഇൻറ്റീരിയേഴ്സ് വർക്കൗട്ട് ചെയ്യാത്തതുകൊണ്ട്, എനർജി പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് വലിയ ഇലക്ട്രിസിറ്റി ബില്ലുകൾ കൊടുക്കേണ്ടി വരുന്നു. പലതരത്തിലുള്ള യൂട്ടിലിറ്റീസിന് വേണ്ടി പലതരത്തിൽ പൈസ ചിലവാക്കേണ്ടി വരുന്നു. അങ്ങനെ ഓപ്പറേഷണൽ കോസ്റ്റുകൾ വളരെ കൂടിയാൽ, നമ്മളുടെ കച്ചവടത്തിനേക്കാൾ അധികം കൂടിയാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് വലിയ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി വേണം ഒരു കട തുടങ്ങാനാണെങ്കിലും. അപ്പോൾ എത്രയൊക്കെയാണ് നമുക്ക് സെയിൽസ് വരാൻ സാധ്യതയുള്ളത്, അതിനുവേണ്ടി എത്രമാത്രം എക്സ്പെൻസ് വരെ നമുക്ക് പോകാം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള കാൽക്കുലേഷൻ ഉണ്ടാവുകയും അതനുസരിച്ച് ഓപ്പറേഷണൽ കോസ്റ്റുകൾ സെറ്റ് ചെയ്യുകയും വേണം. പലപ്പോഴും ഓപ്പറേഷണൽ കോസ്റ്റുകൾ നമുക്കുള്ള സെയിൽസിനേക്കാൾ കൂടുതലാണ് എന്നുള്ളത് പല ആളുകളും അറിയുന്നത് തന്നെ കുറേ കാലങ്ങൾക്ക് ശേഷമായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കുക, ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ അനലൈസ് ചെയ്യുക എന്നുള്ളത് കൃത്യമായിട്ടുള്ള രീതിയിൽ കൃത്യമായ ഇടവേളകളിൽ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കണം. ഇതില്ലാതെ പോകുമ്പോഴാണ് പലപ്പോഴും ഏതെങ്കിലും ഒരു സമയത്ത് ഷോപ്പ് മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലാതെ വരുന്നതും അത് നിന്നു പോകുന്നതും. മറ്റൊന്ന് വളരെ പുവറായിട്ടുള്ള പ്രൈസിങ് സ്ട്രാറ്റജിയാണ്. ഏത് പ്രൈസ് ഇടണം എന്നുള്ളത് എന്നും കൺഫ്യൂഷനാണ്. പലപ്പോഴും ഇപ്പോൾ വലിയ കോമ്പറ്റീഷൻ ആയതുകൊണ്ട് തന്നെ പ്രൈസിൽ കോമ്പീറ്റ് ചെയ്യാനാണ് പല ആൾക്കാരും നോക്കുന്നത്. പ്രൈസ് അങ്ങ് കുറച്ചു കൊടുക്കും. മറ്റുള്ള സ്ഥലത്തേക്കാൾ പ്രൈസ് കുറവാണെങ്കിൽ നമ്മളുടെ കടയിലേക്ക് ആളുകൾ വരും എന്നുള്ളതാണ് മിക്ക ആളുകളുടെയും ഒരു തെറ്റിദ്ധാരണ. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പ്രൈസ് കോൺഷ്യസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആക്ച്വലി ഹെൽത്തിയോ ലോയലോ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് അല്ല. അവർ ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ നമ്മളുടെ അടുത്തേക്ക് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പ്രൈസ് ഫോക്കസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ കച്ചവടം വർദ്ധിപ്പിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരുപാട് തവണ ചിന്തിക്കേണ്ടതുണ്ട്. പലപ്പോഴും ലോ പ്രൈസ് ചെയ്ത് വയ്ക്കുമ്പോൾ അവസാനം നമ്മൾ വലിയ നഷ്ടത്തിൽ ചെന്ന് കലാശിക്കുകയാണ് ചെയ്ത്. ചില ആളുകൾ വളരെയധികം ഓവർ പ്രൈസ് ചെയ്യുകയും ചെയ്യും. അതും വലിയ പ്രശ്നമാണ്. അപ്പോൾ നമ്മളുടെ പ്രൈസിങ് സ്ട്രാറ്റജി നമ്മളുടെ മാർക്കറ്റ് കണ്ടീഷൻസിനനുസരിച്ച്, നമ്മളുടെ ടാർഗറ്റ് ഓഡിയൻസിനനുസരിച്ച് കൃത്യമായി ഡിഫൈൻ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. തെറ്റായ പ്രൈസിങ് സ്ട്രാറ്റജിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ബിസിനസ് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. കേരളത്തിൽ ഞങ്ങൾ കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം,
പുവർ ആയിട്ടുള്ള കസ്റ്റമർ എക്സ്പീരിയൻസ് ആണ്. കസ്റ്റമർ എക്സ്പീരിയൻസും കസ്റ്റമർ സർവീസും ഒക്കെയാണ്. പലപ്പോഴും ഷോപ്പുകളിൽ വേണമെങ്കിൽ മേടിച്ചിട്ട് പോയിക്കോ എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്ന സെയിൽസ്മാൻമാരെ കാണാം. പലപ്പോഴും കൃത്യമായിട്ടുള്ള ഡിസ്പ്ലേകൾ കൊടുക്കാതെയും ഒരു ആഫ്റ്റർ സെയിൽസ് സർവീസ് കൊടുക്കാതെയും യാതൊരു തരത്തിലുള്ള അസിസ്റ്റൻസ് കൊടുക്കാതെയുമുള്ള രീതികളാണ് നമ്മുടെ ഷോപ്പുകളിൽ കാണാറുള്ളത്. പക്ഷേ കൂടുതൽ കസ്റ്റമറിനെ മൈൻഡ് ചെയ്തുകൊണ്ട് അവർക്കൊരു സ്പേസ് അനുവദിച്ചുകൊണ്ട് അവരുടെ ഇഷ്ടങ്ങളെ അറിയാൻ ശ്രമിച്ചുകൊണ്ട് അവരുടെ നീഡിനെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടൊക്കെ അവരെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ 100 രൂപയുടെ ഒരു സാധനം മേടിക്കാൻ വന്ന ഒരാൾ 1000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് പോകാനും റെഡിയാകുമെന്നുള്ളതാണ്. അപ്പോൾ അപ്സെല്ലിങ്ങിലൂടെയും ക്രോസ് സെല്ലിങ്ങിലൂടെയും കസ്റ്റമർ ഇൻ്ററാക്ഷൻസിലൂടെയും അവർക്ക് എക്സ്പീരിയൻസും സർവീസും കൊടുക്കുന്നതിലൂടെയും തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് ഉയർത്താൻ സാധിക്കും. ആൻഡ് ഫൈനലി വളരെ ഇന്നെഫക്റ്റീവായിട്ടുള്ള മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസിംഗ് ആണ്. പല ആളുകളും ധരിച്ചു വെച്ചിരിക്കുന്നത് ഷോപ്പ് ഏതെങ്കിലും ഒരു സ്ഥലത്തങ്ങ് തുടങ്ങിയാൽ ആളുകൾ ഓട്ടോമാറ്റിക്കലി വരുമെന്നാണ്. പണ്ട് കാലത്തൊക്കെ അതങ്ങനെയായിരുന്നു. പക്ഷേ ഇനിയുള്ള കാലഘട്ടത്തിൽ കൃത്യമായിട്ടുള്ള മാർക്കറ്റിംഗ് ഇല്ലാതെ കൃത്യമായി നമ്മുടെ യുണീക്നെസ് എന്താണെന്നുള്ളത് ആളുകളിലേക്ക് എത്തിക്കാതെ നല്ല മാർക്കറ്റിംഗ് മെസ്സേജസ് കൊടുക്കാതെ ഇനിയിപ്പോൾ ഷോപ്പിനകത്ത് വന്നാൽ തന്നെ കൃത്യമായിട്ടുള്ള അപ്സെല്ലിങ്ങും ക്രോസ് സെല്ലിങ്ങും പലതരത്തിലുള്ള വെറൈറ്റീസൊക്കെ കാണിച്ചു കൊടുത്തും ഒരു എക്സ്പീരിയൻസ് കാണിച്ചും ഒക്കെ ഇവരുടെ അടുത്തേക്ക് മാർക്കറ്റ് ചെയ്യാതെ ഏതെങ്കിലും ഒരു സാധനം സെല്ല് ചെയ്യാമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള മാർക്കറ്റിങ്ങും അഡ്വർടൈസിങ്ങും ഇനിയിപ്പോൾ ഒരു ചെറിയ ലൊക്കാലിറ്റിയിലൊക്കെ ആണെങ്കിൽ ലോക്കലായിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റുകളും ലോക്കൽ ന്യൂസ് പേപ്പറിലും ബിറ്റ് നോട്ടീസിലും ലോക്കൽ കേബിൾ TV-യിലും ഒക്കെയുള്ള അഡ്വർടൈസ്മെൻറ്റുകൾ മതിയാകും. എന്നാൽ നമ്മുടെ ക്യാച്ച്മെൻറ്റ് വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ അഡ്വർടൈസ്മെൻറ്റിൻ്റെയും മാർക്കറ്റിങ്ങിൻ്റെയും മോഡും രീതികളും ഒക്കെ മാറ്റിക്കൊണ്ടുവരികയും ചെയ്യാം. അപ്പോൾ ഇതിൽ ഫോക്കസ് ചെയ്തില്ലെങ്കിലും വാക്കിൻസ് കുറയാനുള്ള സാധ്യതകളുണ്ട്. ഈ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പലപ്പോഴും ഒരു ഷോപ്പിനെ ലോസിലേക്ക് നയിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഈ 5 കാര്യങ്ങളിലും എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ പ്രശ്നം പറ്റിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാത്ത ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക. എന്നിട്ട് ഏതെങ്കിലും കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഞങ്ങളെ കണക്ട് ചെയ്യുക. കാരണം ഞങ്ങൾ റീറ്റെയിൽ ഷോപ്സിന് വേണ്ടി മാത്രമായിട്ട് നമ്മളുടെ ഒരു സെക്ഷൻ പ്രവർത്തിക്കുന്നുണ്ട്. അതിനെ പ്രോഫിറ്റബിൾ ആക്കാനും എൻഹാൻസ് ചെയ്യാനും പറ്റുന്ന വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇതിൻ്റെ ഒപ്പം തന്നെ ഇതൊക്കെ ചെയ്യുമ്പോഴും ഇതിൻ്റെ ഒപ്പം തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഒരു അക്കൗണ്ടിങ് പ്രോസസ്സ് ആവശ്യമാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ഫൈനാൻഷ്യൽ ഹെൽത്ത് നമുക്ക് എപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്കൊരു ഷോപ്പിനെ തീർച്ചയായിട്ടും അത് ഏത് ലെവലിലുള്ള ഷോപ്പാണെങ്കിലും നമുക്ക് അടുത്ത ലെവലിലേക്ക് ഒരു പ്രോഫിറ്റബിൾ മെക്കാനിസമാക്കി മാറ്റാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഉടനെ തന്നെ പരിഹാരമുണ്ടാക്കുക. ഈ നമ്പറിലേക്ക് വിളിക്കുക. താങ്ക് യു.